ആദ്യമായി ഈശോയ്ക്കും മാതാവിനും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എനിക്ക് തന്ന, എൻ്റെ കുടുംബത്തിന് തന്ന അനുഗ്രഹങ്ങളെ ഓർത്ത്, ഇവിടെ സാക്ഷ്യം പറഞ്ഞ അനുവദിച്ചതിനെ ഓർത്ത്, ഈ സമയത്തെ ഓർത്ത് ഈശോയിനും മാതാവിനോട് ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് സുനിത. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വരുന്നു. ഞാൻ 3/4/2024 ഞാൻ ഉടമ്പടി എടുത്തത്. ഞാൻ ഉടമ്പടി എടുത്തതിന് 1 മാസം ആവുന്നതിന് മുമ്പ് തന്നെ സുഗന്ധാഭിഷേകം എനിക്കെൻ്റെ വീട്ടിലുണ്ടായി. ഞാൻ ഒറ്റയ്ക്കായിരുന്നു എൻ്റെ വീട്ടിൽ. ആ സുഗന്ധാഭിഷേകം ഉണ്ടായപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെയും മോളെയൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായി, മാതാവ് നമ്മളുടെ വീട്ടിൽ വന്നു. ആദ്യമുണ്ടായ അനുഭവം അതാണ്. പിന്നീട് 1ാമത്തെ ഉടമ്പടി പുതുക്കിയതിന് ശേഷം എനിക്ക് പൈസയുടെ ഒരു അത്യാവശ്യമായിട്ട് കുടുംബത്തിലൊരാവശ്യം വന്നു. അപ്പോൾ ഒരു ലോണിന് വേണ്ടിയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നത് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അപ്പം ഞാൻ ഡോക്ടറോട് ചെന്ന് ചോദിച്ചു, എനിക്കൊരു ലോണിൻ്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ക്ലർക്കിനോട് പോയി ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ ക്ലർക്ക് അന്നത്തെ ദിവസം ലീവായിരുന്നു. ക്ലർക്ക് പിറ്റേ ദിവസം വരണേറ്റിന് മുന്നേ ഞാൻ ചോദിച്ചു, ഫോൺ വിളിച്ച് ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു തരാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. നാളെ കാലത്ത് വന്നിട്ട് ചോദിച്ച് മറുപടി പറയാമെന്ന് പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം കാലത്ത് ഡോക്ടറും ക്ലർക്കും വരണേറ്റിന് മുന്നേ ആയിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി തൈലം കുരിശ് വരച്ചു. ഉപ്പ് ആരും ചവിട്ടാത്തൊരു സ്ഥലത്ത് ഞാൻ ഇട്ടു. 10 മണിയായപ്പോൾ ക്ലർക്ക് വന്നു. ഞാൻ പോയിട്ട് അമ്മയുടെ കാശ് രൂപം പിടിച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു, ഞാൻ ഓഫീസിലേക്ക് പോവുകയാണ്, നന്നായി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ കാശ് രൂപം പിടിച്ച് ഞാൻ ഓഫീസിലേക്ക് പോയി. അവിടെ പോയപ്പോൾ ക്ലർക്ക് എന്നോട് പറഞ്ഞു, ഇത് ഡോക്ടറെ കൊണ്ടിട്ട് ഒപ്പിടിപ്പിച്ച് വരാൻ പറഞ്ഞു. ഞാൻ നേരെ ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ക്ലർക്ക് തരാമെന്ന് പറഞ്ഞു ചോദിച്ചു. അപ്പോൾ തരാമെന്ന് പറഞ്ഞു. അന്ന് എനിക്ക് സാങ്ഷൻ ചെയ്ത് തന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ എനിക്ക് ലോണ് പാസ്സായി. ഇത് ഞാൻ ഈ സാക്ഷ്യം പറയുമ്പോൾ ഇപ്പോഴായിരിക്കും എൻ്റെ ഡോക്ടറും ക്ലർക്കും ഓഫീസിലെ സ്റ്റാഫുകളൊക്കെ മൊത്തം അറിയുണ്ടാവുക. അത് 1ാമത്തെ എൻ്റെ അനുഗ്രഹം. 2ാമത്തെ അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ബാത്റൂമിൽ പോണ സമയത്ത് മോഷൻ പോകുമ്പോൾ ബ്ലഡ് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ തലേ ദിവസം ബീട്രൂട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതുകൊണ്ടായിരിച്ചിട്ട് ഞാൻ അന്ന് സംശയിച്ചോടുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതുപോലെ ബ്ലഡ് പോകണം. അപ്പം ഞാൻ ഇതേപോലെ വിശ്വാസപ്രമാണം ചൊല്ലി ആ സ്ഥലത്ത് ഞാൻ കുരിശ് വരച്ച് തൈലം പൂശി ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി പിന്നീട് ഒരിക്കലും എനിക്ക് ബ്ലഡ് പോലും ഉണ്ടായിട്ടില്ല. 3ാമത്തെ എൻ്റെ നിയോഗം എന്ന് പറയണത്, എൻ്റെ ഹസ്ബൻഡിന് 3 മാസത്തോളം സൗണ്ട് തീരെ ഇല്ലാതെ മൊത്തം സൗണ്ടും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 നേരം കുളിക്കും, പറഞ്ഞാലൊന്നും കേൾക്കില്ല. എണ്ണ തേച്ച് നന്നായി കുളിക്കും, പറഞ്ഞാൽ കേൾക്കില്ല. അപ്പോൾ 3 മാസം അങ്ങനെ ഇപ്പോൾ ഡോക്ടറെ അടുത്ത് പോയിട്ട് കാണിക്കാൻ പറഞ്ഞാൽ അതും സമ്മതിക്കില്ല. അപ്പോൾ എല്ലാവരും ഫോൺ വിളിക്കും, എന്താ തീരെ സൗണ്ട് ഇല്ലാത്ത, ഡോക്ടറെ പോയി കാണിച്ചുകൂടെ വയ്ക്കും. വീട്ടിൽ ഒരാൾ ഇതുപോലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലായിട്ട് എന്താ അതിങ്ങനെ മാറാതെ കാണിക്കുമ്പോൾ ചോദിക്കും. അപ്പോൾ ആളത് സമ്മതിക്കാറില്ല. ഒരു ദിവസം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, എൻ്റെ ഹസ്ബൻഡിന് ഈ സ്വരം പഴയ പോലെ തിരിച്ചു തരികയാണെങ്കിൽ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഹസ്ബൻഡിന് തൊണ്ടയിൽ തൈലം പൂശുകയും വായിൽ ഉപ്പും തേനും തൈലം പൂശി കൊടുക്കുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ സൗണ്ട് പൂർണ്ണമായും തിരിച്ചു കിട്ടി. പിന്നെ 4ാമത്തെ എൻ്റെ നിയോഗം എന്ന് പറയുകയാണെങ്കിൽ, ഞാൻ 3 മണിക്ക് സ്ഥിരമായിട്ട് എണീറ്റ് പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ രാത്രി പുറമേ ചെന്നിട്ടായിരിക്കും കൈ വിരിച്ച് പുറത്ത് ചെന്നിട്ടായിരിക്കും പ്രാർത്ഥിക്കുക. എല്ലാവരും എന്നോട് പറയും, ഈ പുലർച്ചയ്ക്ക് ഈ 3 മണിയൊക്കെ സമയത്ത് എന്തിനാണ് ഈ പുറത്ത് പോയി പ്രാർത്ഥിക്കണേ ചോദിക്കും. പക്ഷേ ഞാൻ മാതാവിനോട് ഈശോടൊക്കെ പറയുള്ളത്, ആദ്യം ഫസ്റ്റ് 3 മണിക്ക് അവിടെ പോയിട്ടായിരിക്കും പ്രാർത്ഥിക്കുക. അവിടെ പോയി പ്രാർത്ഥിക്കുന്ന ആ സ്ഥലത്ത് സിൽവർ ഗ്രേയിലുള്ള ഒരു തുമ്പി ഒരു ദിവസം അവിടെ വന്നിരുന്നു. 3 ദിവസം അതേപോലെ 6 മണിക്ക് വരും, 6 മണിയാകുമ്പോൾ തിരിച്ചു പോകും. അങ്ങനെ 3 ദിവസം അതുപോലെ നിന്നു. അങ്ങനെ നീലത്തിരിയിലും പച്ചത്തിരിയിലും മാതാവിൻ്റെ രൂപവും ഈശോയുടെ തിരുഹൃദയം എനിക്ക് തെളിഞ്ഞു കാണാൻ പറ്റി. അന്ന് എനിക്ക് മനസ്സിലായി ഈശോയും മാതാവും എൻ്റെ കുടുംബത്തോട് കൂടെയുണ്ട് എന്നുള്ളത്. അത് വലിയൊരു അനുഗ്രഹമായിട്ട് ഞാനിന്ന് കരുതണു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്, പത്രം ഞാൻ കൊടുക്കുമ്പോൾ അതിൽ വിശ്വാസപ്രമാണം, ഇവിടെ നിന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ട് ചെയ്തിട്ട് പോയി പത്രം കൊണ്ടുപോകുമ്പോൾ ആദ്യം തന്നെ അതിൽ ചെന്ന എല്ലാ പത്രങ്ങളിലും ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി തൈലം തേച്ച് ഉപ്പ് തേച്ച് തേന് തേച്ച് പ്രാർത്ഥിച്ചിട്ടായിരിക്കും ഞാൻ ഹോസ്പിറ്റലുകളിലും ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളിലും എല്ലാ സ്ഥലത്തും ഞാൻ കൊണ്ടുപോയി കൊടുക്കുക. അപ്പം ഞാൻ ഈ പത്രം കിട്ടുന്നവർക്ക് അറിയും, എല്ലാവരും ഈശോയുടെ മഹത്വത്തിന് വേണ്ടിയും ഞാൻ കൊടുക്കുന്ന ഈ പത്രം മേടിക്കുന്ന ആൾക്കാർ ഈശോയുടെ സുവിശേഷത്തിൻ്റെ സാക്ഷികളാക്കി മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പത്രം കൊടുക്കാറ്. കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്യണത് അഗതി മന്ദിരങ്ങൾ, അവിടെ ചെന്നിട്ട് മഹിളാ മന്ദിരം, അങ്ങനെയുള്ള പിന്നെ മെൻ്റൽ പേഷ്യൻ്റായിട്ടുള്ളവർക്ക് ഒരു ചാക്കാരി ഞാൻ 1 മാസം അവിടെ കൊണ്ടുപോയി കൊടുക്കും. ഭക്ഷണം എല്ലാവർക്കും വാങ്ങിച്ചു കൊടുക്കും. ഇനി 1 മാസത്തെ സദ്യ ആഘോഷങ്ങൾ വരുമ്പോൾ ഞാൻ അത് വാങ്ങിച്ചു കൊടുക്കും. ഇതൊക്കെയാണ് എൻ്റെ കാരുണ്യ പ്രവൃത്തികൾ. ആത്മീയമായിട്ട് വളരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഞാൻ ഒരുപാട് ദേഷ്യമുള്ള ഒരു വ്യക്തിയായിരുന്നു, പ്രതികാര ബുദ്ധി, അഹങ്കാരം ഒക്കെ ഉള്ള ഒരു വ്യക്തിയായിരുന്നു. ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് മറ്റുള്ളവരെ സഹായിക്കാനും എല്ലാവരോടും സ്നേഹത്തോട് പെരുമാറാനും പറ്റി. അതുപോലെ എൻ്റെ ഹോസ്പിറ്റലിൽ വരുന്ന ആൾക്കാരോടായാലും നല്ല രീതിയിൽ പെരുമാറാനും ഈ കൃപാസനത്തിലേക്ക് അവരെ വിടാനും ഒരുപാട് സാധിച്ചിട്ടുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി, കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷി ഇവിടെ നിർത്തി. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 7-ാം തിരുവചനം: നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. സുനിത എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിക്കുന്ന സവിശേഷമായ നന്മകളെ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. മകൾ ആദ്യം സൂചിപ്പിച്ചത് ഒരു ലോണിന് വേണ്ടി അപേക്ഷിച്ചു, പല വഴിക്ക് ശ്രമിച്ചിട്ടും അത് കിട്ടാതെ സമയം വൈകിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മ മാതാവിൻ്റെ ഉടമ്പടി ഒപ്പുമായി ഓഫീസിൽ ചെന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ വേഗത്തിൽ ലോൺ അനുവദിച്ച് കിട്ടിയതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത്. രണ്ടാമത്തത് മകൾ സൂചിപ്പിക്കുന്നത് മകൾക്കുണ്ടായിരുന്ന ബ്ലീഡിങ്, അത് വളരെ പ്രയാസം അനുഭവിച്ചിരുന്നൊരു വിഷയമായിരുന്നു. ആദ്യം പരിഗണിച്ചില്ലെങ്കിലും പിന്നീടത് ഒരു പരിഗണിക്കേണ്ട ഗൗരവമുള്ള കാര്യമായി തീരുന്നു. അമ്മ മാതാവിൻ്റെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ, പ്രത്യേകിച്ച് ഉടമ്പടി ഉപ്പ് ഉപയോഗിച്ചതിലൂടെ അതിന് സൗഖ്യം ലഭിച്ചതിനെയാണ്, മാറിക്കിട്ടിയതിനെയാണ് മകൾ സാക്ഷ്യപ്പെടുത്തിയത്. മൂന്നാമത് മകൾ സൂചിപ്പിച്ചത് ഭർത്താവിൻ്റെ സ്വരം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടാകുന്നു, വല്ലാതെ സ്വരം കുറഞ്ഞു പോകുന്നു. അത് മാറാൻ വേണ്ടി ഇങ്ങനെ ആഗ്രഹിക്കുന്നു, മാതാവിനോട് പ്രാർത്ഥിക്കുന്നു, ഉടമ്പടി നേർച്ച വസ്തുക്കൾ, ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നു. അതിലൂടെ സ്വരം വീണ്ടും കിട്ടിയതിനെ മകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പിന്നെ മകളുടെ ആത്മീയ ജീവിതത്തിൽ ലഭിച്ച അമ്മ മാതാവിൻ്റെ സാന്നിധ്യത്തെയാണ് സൂചിപ്പിച്ചത്. രാവിലെ 3 മണി മുതൽ 6 മണി വരെ എന്നും പ്രാർത്ഥിക്കുന്ന ശീലം മകൾക്കുണ്ടെന്നും വീടിന് പുറത്ത് മകളത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അടുപ്പിച്ച് 3 ദിവസം ആ സമയത്ത് സിൽവർ ഗ്രേ നിറത്തിലുള്ള ബട്ടർഫ്ലൈ, ഒരു പുത്തുമ്പി വന്ന അരികിലിരിക്കുന്നത് മകൾ കണ്ടുവെന്നും പിന്നീട് തുടർച്ചയായി 3 ദിവസം അടുപ്പിച്ച് കണ്ടതിനെയാണ് മകളത് സൂചിപ്പിക്കുന്നത്. നമ്മൾ ഉടമ്പടിയിലായിരിക്കുമ്പോൾ അമ്മ മാതാവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാൻ പല രീതികളിൽ സാധിക്കാറുണ്ട്. അതോടൊപ്പം നാം അമ്മ മാതാവിനോട് വിശ്വസ്തയുടെ ജീവിതം നയിക്കുമ്പോൾ വിശ്വാസത്തോടു കൂടി എളിയ പ്രവർത്തനങ്ങൾ കൂടി നല്ല രീതിയിൽ ചെയ്യുവാൻ നാം തയ്യാറാകുമ്പോൾ നമ്മുടെ ഉടമ്പടിയിലേക്ക് വയ്ക്കുന്ന നിയോഗങ്ങളെ അത് വേഗത്തിലും നന്നായും അമ്മ മാതാവ് നമുക്ക് വേണ്ടി അനുവദിച്ച് തരുന്നത് നമുക്ക് അനുഭവിക്കുവാനാവും. ഒരിക്കലും ഉടമ്പടി ജീവിതം വളരെ ഗൗരവമുള്ള വിഷയങ്ങൾ, പാടുള്ള വിഷയങ്ങൾ ചെയ്യാൻ വേണ്ടിയല്ല നമ്മോട് പറയുക. നമ്മുടെ ജീവിതത്തെ കുറേ കൂടി ദൈവോന്മുഖമായി ക്രമപ്പെടുത്തുക, ദൈവഹിതപ്രകാരം ജീവിക്കുക. നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുമ്പോൾ ദൈവം ജീവിതത്തിൽ ശക്തിയോടുകൂടി ഇടപെടുന്നു എന്ന ബോധ്യമാണ് ഉടമ്പടി ജീവിതം നമുക്ക് കൈമാറുന്നത്. അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ പങ്കുവച്ചത്. മകൾക്ക് സമയച്ചുരുക്കത്തിൽ കിട്ടിയ അനുഭവങ്ങളെ, മകൾക്ക് അസാധ്യമെന്ന് കരുതിയ വിഷയങ്ങൾ വേഗം ഭാരം ലഘൂകരിച്ച് സാധ്യമാക്കി കൊടുത്ത അനുഭവങ്ങളെ എല്ലാം ഓർത്ത് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറയാം. കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.